2015 അസംബ്ലി കയ്യാങ്കളിയെക്കുറിച്ചുള്ള കോടതി വിധി ഇന്നത്തെ പത്രത്തിൽ വായിച്ചു. ഒപ്പം അതേ പത്രത്തിൽ തന്നെ ജോസ് കെ മാണി ഇടതുപക്ഷത്തിലേക്ക് എന്നൊരു വാർത്തയും വായിച്ചു. അന്നത്തെ ആ നാണംകെട്ട സമരവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഒക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? KM മാണി എന്ന ധനമന്ത്രിക്ക് വേണ്ടിയായിരുന്നില്ലേ? അന്ന് അവിടെ നടന്ന വൃത്തികെട്ട സംഭവങ്ങൾ ഇന്ന് സ്പീക്കറുടെ കസേരയിലിരിക്കുന്ന ആ മാന്യദേഹം ഉൾപ്പെടെയുള്ളവർ ആ പരിഭാവനമായ കസേരയെ മറിച്ചിട്ട് കളിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത ദണ്ണം തോന്നി. കൂട്ടത്തിലൊരു സ്ത്രീ പാഞ്ഞ് മുഖ്യമന്ത്രിയുടെ നേർക്കടുക്കുന്നതും അവരെ തടഞ്ഞ ശിവദാസൻ നായർ എന്ന എൻ്റെ ഭർത്താവിനെ കടിച്ചു പറിക്കുന്നതും വെപ്രാളത്തോടെയാണ് ഞാൻ കണ്ടത്. ജാതിപ്പേര് വിളിച്ചതിനാണ് ഈ ആക്രമണം ചെയ്തതെന്ന് ആദ്യം അവർ പറഞ്ഞെങ്കിലും പെട്ടെന്നാണ് ലൈംഗികമായ ഒരു 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 ആരോപണം അതിൻ്റെ പിന്നിൽ ഉയർന്നു വന്നത്. സത്യത്തിൽ എനിക്കിപ്പോൾ അവരുടെ ഭർത്താവിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനത് വിഴുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ കുൽസിത വൃത്തികളിൽ മനം നൊന്ത ഒരു സ്ത്രീയുടെ ചപലമായ മനസ്സിൽ നിന്നും ആതുരമായ മനസ്സിൽ നിന്നും നൊമ്പരങ്ങളിൽ നിന്നും വരുന്ന ചില വൈകാരിക പ്രകടനമാണ് അവിടെ കണ്ടതും നമ്മൾ കേട്ടത്. അന്നത്തെ ആ സമരം എനിക്കേൽപ്പിച്ച ആഘാതം വലുതായിരുന്നു. വേറെ ഒരാൾക്ക് പോലും, ഒരാളുടെ വീട്ടിൽ പോലും അത്തരം ഒരു സങ്കടം ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശിവദാസൻ നായർ അന്ന് അസംബ്ലിയിലായിരുന്നിട്ട് അറിയാം എന്നിരുന്നിട്ട് പോലും ഒരു പറ്റം ആളുകൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ വീട്ടിലേക്ക് കടന്നു വന്നു. ഒന്നും അറിയാതെ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ വീടിൻ്റെ ജനാലകൾ പൊട്ടിച്ചെതറുന്നത് ഞാൻ ചങ്കടിപ്പോടെ നോക്കി. ബോംബാണെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. പക്ഷെ വെളിയിലേക്ക് നോക്കുമ്പോൾ കല്ല് എറിയുന്ന ആളുകളെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ വളരെ സംയമനത്തോടെ പുറത്തിറങ്ങിയിട്ട് അതേപോലെ തന്നെ നിർവികാരതയോടെ ആവാം ഞാൻ അവരോട് പറഞ്ഞു, എന്നെ എറിഞ്ഞു. ഞാൻ അപേക്ഷിക്കുകയല്ലായിരുന്നു, ആവശ്യപ്പെടുകയായിരുന്നു. എന്നെ എറിഞ്ഞു, എൻ്റെ വീട് തകർക്കരുത്. അക്രമികൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഈ പ്രകടനം. ഞാൻ ചെന്നപ്പോഴേക്കും അവർ പെട്ടെന്ന് തിരിച്ചു നടന്നു. പോലീസ് പിന്നാലെ എത്തി. പക്ഷെ അവരുടെ കയ്യിൽ പിടികൊടുക്കാതെ ഓടിപ്പോകുന്ന അക്രമികളെയും അവിടെ ഇരുന്നു പോയ പോലീസുകാരനെയും ഞാൻ കണ്ടു. അതുപോട്ടെ, അതിനുശേഷം എൻ്റെ പ്രായം ചെന്ന അമ്മയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് തെറിപ്പാട്ട് പാടിയത് എന്തിനായിരുന്നു? വളരെ ആരോഗ്യത്തോടെ ഇരുന്ന എൻ്റെ അമ്മ പെട്ടെന്ന് രോഗിയായി. 1 മാസം പിച്ചും പേയും പറയുന്ന ഒരവസ്ഥ അമ്മയ്ക്കുണ്ടായി. അതെന്നെ വല്ലാതെ നോവിച്ചു. അതെന്തിനായിരുന്നു എന്ന് ഇന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുപോട്ടെ, ഇപ്പോൾ താങ്കൾ ജോസ് കെ മാണി അങ്ങ് ഇടതുപക്ഷത്തേക്ക് പോവുകയാണല്ലോ. UDF കാണിക്കുന്ന നെകളിപ്പൊന്നും അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു പോകരുത്. നമ്മൾ പണ്ട് ബാലകൃഷ്ണപിള്ള ജയിലിലേക്ക് പോയപ്പോൾ VS അച്യുതാനന്ദൻ സഖാവ് ബാലകൃഷ്ണപിള്ളയെ അങ്ങ് തെക്കോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് കേട്ട് ചങ്ക് പൊട്ടിയവരാണ് ഞങ്ങൾ. തെക്കോട്ട് എന്നുള്ളത് തിരുവനന്തപുരത്ത് എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം കണ്ടത്. തെക്കോട്ട് എന്ന് പറയുന്നതിന് വേറെ ഒരർത്ഥം കൂടിയുണ്ട്. അദ്ദേഹം ആഗ്രഹിച്ച ഒരർത്ഥം. പക്ഷേ ഇന്നെന്താ ഉണ്ടായത്? അന്ന് UDF കിട്ടിയിരുന്ന പദവിയോടെ അച്ഛനും അവിടെ കെട്ടിയിരുന്ന പദവിയില്ലാതെ മോനും എത്ര അച്ചടക്കത്തോടെ എത്ര സംയമത്തോടെ അവിടെ കഴിയുന്നു. ജോസ് കെ മാണി, ഒരച്ചടക്കം ഉണ്ടാവാൻ ഈ പോക്ക് നല്ലതാണ്. അവിടെ അങ്ങേക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ വീണ്ടും പൂന്താനത്തിനോട് കടപ്പെടുകയാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് ശേഷം ചിന്ത്യം.